പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇത് കോളേജത്തെ വീഡിയോ ആണേ. മല കയറിയതിൻ്റെ വിശേഷങ്ങളും പിന്നെ നേർച്ച കൂടി അതിനത്തോടെ മല കയറിയത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഉച്ചയ്ക്ക് കഞ്ഞിയെ കൂടി കഴിഞ്ഞിട്ട് വൈകിട്ട് 4:30 ഞങ്ങൾ മല കയറാൻ പോയത് കേട്ടോ. പോയവർക്ക് നല്ല ബ്ലോക്കായിരുന്നു. പിന്നെ ഇത് കോളേജത്തെ ദിവസം പിന്നെ ബ്ലോക്ക് ആയിരിക്കുമല്ലോ. ഇത് ചെങ്ങമ്മനാട് സെൻറ്റ് ആഞ്ചണീസ് പള്ളിയിലെ വിലാപയാത്രയാണ്. ഞങ്ങൾക്ക് പള്ളിയിൽ വൈകിട്ട് വിലാപയാത്ര വൈകിട്ട് 4 മണിക്കായിരുന്നു, രാവിലെ 6:30 കഴിഞ്ഞ വെള്ളിയാഴ്ച പോകണമെന്ന് വിചാരിച്ചിട്ടും പറ്റിയില്ല. ഓശാന ഞായറാഴ്ച പോകണമെന്ന് വിചാരിച്ചിട്ടും പറ്റില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ദുഃഖവെള്ളിയാഴ്ച കയറണമെന്ന് വിചാരിച്ചു. പിന്നെ ദുഃഖവെള്ളിയാഴ്ച മല കയറുന്നത് ഒന്നുകൂടെ നല്ലതാണ്. മലയാറ്റൂരിലേക്ക് പോകണം ഈ വഴിക്ക്. ലെഫ്റ്റ് സൈഡിൽ മാത്രം വീടുകളും റൈറ്റ് സൈഡിൽ വനമാണ് കേട്ടോ. പിന്നെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ഒരു ഇത്തിരി പോകണം നടക്കണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ താഴെ മുത്തപ്പനടുത്ത് എത്തി മെരിയതിരിയൊക്കെ കത്തിച്ചു, അവിടെ തൊട്ട് പ്രാർത്ഥിച്ചു. എന്നിട്ട് നമ്മൾ മല കയറാൻ പോവുകയാണേ. അപ്പം മല കയറുമ്പോൾ നമുക്ക് ഇത്തവണ നന്ദി പറഞ്ഞുകൊണ്ടാണ് കയറുന്നത്. നമുക്ക് നേർച്ചയുണ്ടാവും. നേർച്ചയും പിടിച്ച് പിന്നെ നമുക്ക് ഒരാൾ രൂപത്തിൻ്റെയും ഒരു കുടുംബത്തിൻ്റെയും രൂപം വാങ്ങിച്ച് അതും പിടിച്ചാണ് നമ്മൾ പ്രാർത്ഥനയോടെയാണ് കയറുന്നത് കേട്ടോ. അപ്പം മോളുടെ ഇടതുകാലിൻ്റെ മുട്ടിൽ ഒരു ചെറിയ അരിമ്പാറ ഉണ്ടായേ. ആ അരിമ്പാറ ഉണ്ടായി. പിന്നെ അത് ഇത്തിരി വലുതായി. പിന്നെ അതിൻ്റെ അടുത്തടുത്തായിട്ട് തന്നെ വേറെ ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. പിന്നെ അത് കൈവിരലിൽ വന്നു. അപ്പം ഞങ്ങൾ മുത്തപ്പനോട് നേർന്നതാണ് കേട്ടോ നേർച്ച. അപ്പോൾ അങ്ങനെ മുത്തപ്പനോട് നേർന്നതും പിന്നെ ആ ഇരുമ്പാറ എങ്ങോട്ട് പോയെന്ന് കണ്ടില്ല കേട്ടോ. അത് എങ്ങനെ പറഞ്ഞറിയിക്കണമെന്ന് എനിക്കറിയില്ല. അതുമാതിരി എനിക്ക് സന്തോഷവും മുത്തപ്പനോട് നന്ദിയുണ്ട് എനിക്ക്. പിന്നെ സാധാരണ അത്ര മടുക്കാറില്ല. 1-ാം സ്ഥലം വരെ ഉഷാറിലായിട്ട് എത്താറുണ്ട്. പക്ഷേ ഇത്തവണ 1-ാം സ്ഥലം ആയപ്പോഴേക്കും മടുത്തില്ലായിരുന്നു കേട്ടോ. പിന്നെ 1-ാം സ്ഥലം വരെ എത്തി നടക്കാനും ഉണ്ട്. ഇത്തിരി പാടാണ് 1-ാം സ്ഥലം വരെ ചെന്നെത്താനായിട്ട്. 1-ാം സ്ഥലം കഴിഞ്ഞാൽ പിന്നെ ബാക്കി സ്ഥലങ്ങൾ വേഗം ആയിക്കോളൂ കേട്ടോ. അപ്പം അപ്പൂസാനെ പിടിക്കാനും സമ്മതിക്കാനില്ല. ഞാൻ തന്നെ നടന്നോളാം, ഞാൻ തന്നെ സൂക്ഷിച്ച് നടന്നോളാം എന്നൊക്കെ പറഞ്ഞാണ് അപ്പൂസ് കയറുന്നത് കേട്ടോ. പിന്നെ ആദ്യം 1 വയസ്സുള്ളപ്പോൾ കയറിയാണ് കേട്ടോ. അഭിമാനാണെങ്കിൽ ആദ്യമായിട്ട് 3 വയസ്സായപ്പോഴാണ് കയറിയത്. 3 വയസ്സിൽ കയറിയപ്പം അവൾ നടന്നാണ് കയറിയത് കേട്ടോ. ഇപ്പം അപ്പൂസിനും 3 വയസ്സാവണം, അവനും നടന്നാണ് കയറുന്നത് കേട്ടോ. പിന്നെയും വൈകിട്ട് സമയമായതുകൊണ്ട് വലിയ ചൂടുണ്ടായില്ല. പകൽ സമയത്ത് പോകണമെങ്കിൽ ചൂടും കൂടെ ആകുമ്പോൾ മടുത്തു പോകും. ഇത്തവണ ഞങ്ങൾ ഒരു വൈകിട്ട് പോയതുകൊണ്ട് വലിയ ചൂടുണ്ടായില്ല. എന്നാലും നമുക്ക് മല കയറുമ്പോൾ നമ്മളെ വേർക്കുമല്ലോ, ആ രാവി ഉണ്ടാവുമല്ലോ. അപ്പോൾ പക്ഷെ മഴക്കാറും ഉണ്ട്, ഇടയ്ക്ക് മല പൊടിയാനും ഉണ്ട് കേട്ടോ. അപ്പോൾ സാധാരണ ആണെങ്കിൽ ചേട്ടായി മല കയറുമ്പം ചേട്ടായി ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാറുണ്ടോ. മീങ്ങളിൽ ചെന്നിട്ട് വെള്ളം കുടിക്കാറേ. ഇത്തവണ ചേട്ടായി 1-ാം സ്ഥലം മുതൽ വെള്ളം കുടിച്ചു. സാധാരണ ഇടയ്ക്ക് വെച്ച് വെള്ളം കുടിച്ചാണ് കയറാറ്. പക്ഷെ ഇത്തവണ ഞാൻ വെള്ളം കുടിച്ചില്ല. വെള്ളം കുടിക്കുന്നില്ലെന്ന് വിചാരിച്ച് കുടിക്കാൻ ചെന്നതാണ് കേട്ടോ. അങ്ങനെ മേളത്ത് നമ്മുടെ തോമാശ്ശേരിയുടെ അടുത്തെത്തി. എന്നിട്ട് അഭിമോളുടെ കൊടുത്തിയാൻ രൂപവും നമ്മുടെ നേർച്ചയും കേട്ടോ. അപ്പോൾ അതുവരെ ഞാൻ പിടിച്ചിരുന്നു കയ്യിൽ. മുത്തപ്പൻ്റെ അടുത്ത് എത്താറായപ്പോൾ അവളുടെ കൊടുത്തോളെ പിടിച്ച് കയറണമെന്ന് വിചാരിച്ചേട്ടോ. അങ്ങനെ അവൾ ആൾ രൂപം അതിനകത്തിട്ടു, ചേട്ട തിരിക്കുടുമ്പോൾ അതിനകത്തിട്ടു. എന്നിട്ട് അവിടെ മുത്ത് പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ സൈഡിൽ നേർച്ച കൊണ്ട് കൊടുക്കാൻ പോയി. അപ്പം ആ നേർച്ച ഞാൻ അവിടെ കൊണ്ട് തന്നെ കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പം നേർച്ച നമ്മളവിടെ കൊടുത്തപ്പോൾ ചേട്ടൻ പറഞ്ഞു അവിടെ വെച്ചിട്ട് നമ്മളതിൽ ആ സെക്യൂരിറ്റി ചേട്ടൻ തന്നെ അതിലേക്ക് കുടഞ്ഞിരുന്നു കേട്ടോ. അപ്പം നമ്മളിട്ട് നേർച്ച എടുക്കരുത്, ബാക്കി മിക്സ് ആക്കിയിട്ടേക്കണ നേർച്ചയും ഇതും കൂടെ മിക്സ് ചെയ്ത് എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ മിക്സ് ചെയ്ത നേർച്ചയെ എടുത്ത് കഴിച്ച് നമ്മൾ അവിടുത്തെ സ്റ്റോളിൽ പോയി കഴിക്കാനിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയും നല്ല തിരക്കാണ് കേട്ടോ. ആൾക്കാർ കയറി വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ അവിടുന്ന് 2 ഗ്ലാസ് നാരങ്ങ കുടിച്ചു കേട്ടോ. പിള്ളേർക്ക് ബിസ്ക്കറ്റ് മഞ്ചു കൊടുത്തു. പിന്നെ ചേട്ടായി ചുക്കാപ്പി മഞ്ചു കുടിച്ചു കേട്ടോ. അങ്ങനെ അവിടെ ഇരുന്നപ്പോഴേക്കും മഴ പെയ്തു കേട്ടോ. കഴിഞ്ഞ വന്നപ്പോൾ ഇതിനായിരുന്നു. ഞങ്ങൾ മേളിൽ മല കയറി ചെന്നതിന് ശേഷം മഴ പെയ്തു. പിന്നെ മഴ മാറിയതിന് ശേഷം ഞങ്ങൾ തിരിച്ചിറങ്ങി. അപ്പോൾ ഇതാണ് കേട്ടോ തോമാശ്ശേരിയുടെ കാൽപ്പാടുകൾ എന്ന് പറയുന്നത്. ഇത് ആനകുത്തിയ പള്ളിയുമാണ് കേട്ടോ. ഇതൊക്കെ കണ്ടിട്ടില്ലാത്തവരുണ്ടാവും, വന്നിട്ടില്ലാത്തവരുണ്ടാവും കേട്ടോ. അപ്പോൾ അവർ കാണുന്നുണ്ടെങ്കിൽ അവർക്കൊന്നും അറിയാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഞാൻ ഇതൊക്കെ പറയുന്നത് കേട്ടോ. പിന്നെ പൊന്നുംകുരിശും മുത്ത് ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. പിന്നെ മഴ പെയ്ത് കാരണം വെള്ളം വീണ് നല്ല തെന്നി കിടക്കുവാണേ. അങ്ങനെ പതുക്കെയൊക്കെ അവിടെ നിന്ന് ഇറങ്ങി അവിടെ നിന്ന് താഴെ ആൾക്കാർ കയറിക്കൊണ്ടേയിരിക്കണം കേട്ടോ കുരിശും കൊണ്ടായി. അപ്പം അതാണ് ഈ നല്ല മഴ പെയ്യുന്നത് കേട്ടോ. മഴ നിറഞ്ഞാണ് ഇവർ കയറുന്നത്. അത് കണ്ടില്ലേ, നല്ല തിരക്കായിരുന്നു ദുഃഖവെള്ളിയാഴ്ച ആയതുകൊണ്ട്. അങ്ങനെ തിരിച്ച് ഞങ്ങൾ 1-ാം സ്ഥലം എത്തിയപ്പോഴേക്കും മഴ നന്നായിട്ട് കനത്തു. നനഞ്ഞ് കുളിച്ചാണ് ഞങ്ങൾ താഴെ എത്തിയത് കേട്ടോ. അപ്പോൾ ഇത് ഒരു അപ്പാപ്പനും അമ്മാമ്മയും കൂടെ കൈപിടിച്ച് കയറുന്നു കേട്ടോ. എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. ഈ വാർദ്ധക്യത്തിലും സ്നേഹത്തോടെ കൈപിടിച്ച് കൊണ്ടുപോകുന്നത്. അതും അപ്പോൾ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ എത്ര മണിയാണ്? ഞങ്ങൾ 10:15 ആയിട്ട് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ആ സമയത്താണ് ഈ അപ്പാപ്പനും അമ്മാമ്മയും കൂടെ മല കയറുന്നത്. ആ പാവങ്ങൾ 1-ാം സ്ഥലം ആയപ്പോഴേക്കും മടുത്തു കേട്ടോ. തിരിച്ചിറങ്ങിയപ്പോഴേക്കും താഴെ 1-ാം സ്ഥലം ആയപ്പോഴേക്കും അഭിമോളും അപ്പൂസും മടുത്തു കേട്ടോ. അങ്ങനെ 2 പേരും അവിടെ ഒന്ന് ഇരുന്ന് അപ്പൂസ് തിരിച്ചിറങ്ങിയപ്പോൾ അപ്പോടെ കൈയും പിടിച്ച് കുറച്ച് നടന്നായിരുന്നു കേട്ടോ. 1-ാം സ്ഥലം കഴിഞ്ഞ് താഴെ എത്തിയപ്പോഴേക്കും നന്നായിട്ട് മഴ പെയ്തു. പിന്നെ അവിടെ നിന്നുകൊണ്ട് ഇത്തിരി നേരം അവിടെ നിന്നിട്ട് മഴയൊക്കെ തോന്നിയതിന് ശേഷമാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ഇനിയും കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ, താങ്ക് യു.